Hello everybody. I hope you all are doing good. Now, in this video we are going to discuss electric charge and field from electrostatics in a single video. Means of course it is a crash course or an entrance wise discussion on electric charge and field. And in this video we will be discussing all concepts, theories and few numericals as well. So let us go into it. Electrostatics. Electrostatics discuss about the properties of static charges that are at rest. Electrostatics first part, electric charge and field. Means electric charge, property of charge and field of static charges, stationary charges. So what is charges? As we all know, namakkariyam in the electric charge. Electric charge is a property that causes a material to experience an electrostatic force. എല്ലാ മെറ്റീരിയൽസിനും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി കാരണം മെറ്റീരിയൽസ് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എപ്പോൾ? വെൻ പ്ലേസ്ഡ് നിയർ എ ചാർജ്ഡ് ബോഡി. ഒരു ചാർജ്ഡ് ബോഡിയുടെ അടുത്തൊരു മെറ്റീരിയലിനെ കൊണ്ടുവയ്ക്കുമ്പോൾ അതിനൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണമായ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ആൻഡ് ആസ് വി നോ ദർ ആർ ടു ടൈപ്പ് ഓഫ് ചാർജസ്. ഏതാ? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ആൻഡ് ഇറ്റ് ഈസ് ബെഞ്ചമിൻ ഡി ഫ്രാങ്ക്ലിൻ നെയിംഡ് ദ ചാർജസ് ആസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ആൻഡ് ദിസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഈസ് നോൺ ആസ് ദ പൊളാരിറ്റി ഓഫ് ചാർജ്. ഇങ്ങനെ പോസിറ്റീവ് എന്ന് നെഗറ്റീവ് എന്ന് നമ്മൾ ചാർജിനെ പറയുന്നതിന് അതിന്റെ പൊളാരിറ്റി എന്ന് പറയും. സോ ചാർജ് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇനി മെറ്റീരിയൽസിലെല്ലാം ചാർജിന് ബേസിക് ആയിട്ടുള്ള കൺസ്റ്റുവന്റ് അല്ലെങ്കിൽ കമ്പോണന്റ് ഏതാ? ഒരു സബ്സ്റ്റൻസിന് ചാർജ് കൊടുക്കുന്ന ചാർജിന് കാരണമായ പാർട്ടിക്കിൾ ഏതാ? നമുക്കറിയാം ഓൾ ദി മെറ്റീരിയൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബേസിക് കൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് നോൺ ആസ് ആറ്റംസ്. ഇനി ആറ്റംസിനകത്ത് ആരൊക്കെ ഉണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട് വിച്ച് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്, പ്രോട്ടോൺസ് ഉണ്ട് ദാറ്റ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. സോ ദീസ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, നെഗറ്റീവും പോസിറ്റീവും ചാർജിന്റെ ഒറിജിൻ, ഉറവിടം എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺസും പ്രോട്ടോൺസുമാണ്. ആൻഡ് അപ്പോൾ ഒരു സബ്സ്റ്റൻസിൽ കുറേ ഇലക്ട്രോൺസും കുറേ പ്രോട്ടോൺസും വരും. ബിക്കോസ് ആറ്റം തന്നെ ഒരുപാടുണ്ട്, അതിനകത്ത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അറ്റോമിക് നമ്പർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മെറ്റീരിയലിന് എന്ത് വരണം എന്നാണ്? ചാർജ് വരും. ബട്ട് അങ്ങനെ മാറ്ററിന് ചാർജ് ഉണ്ടോ? ഇല്ല. മാറ്ററിന് ചാർജ് വരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഈക്വൽ ആണ്. സോ പോസിറ്റീവും നെഗറ്റീവും കൂടെ ക്യാൻസൽ ആയിപ്പോയി. സോ മെറ്റീരിയൽസിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണും പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോണും ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് ന്യൂട്രൽ ആണ്, ബിക്കോസ് ദേ ഹാവ് ഈക്വൽ നമ്പർ. ഇനി എങ്ങനെ മെറ്റീരിയലിന് ചാർജ് വരാം? ഈക്വൽ നമ്പർ ആകുമ്പോൾ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഒരാളെ അധികം വന്നാൽ, ഇപ്പം ഇലക്ട്രോൺ അധികം വന്നാൽ വാട്ട് ഹാപ്പൻസ്? ഇലക്ട്രോണിൻ്റെ ചാർജ് ഏതാ? നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോൺ അധികം വന്നാൽ നെഗറ്റീവ് ചാർജ് വരും ആ ബോഡിക്ക്. സെയിം ടൈം ഇഫ് പ്രോട്ടോൺ ബിക്കംസ് എക്സസ്, പ്രോട്ടോണിൻ്റെ എണ്ണമാണ് എക്സസ് എങ്കിൽ അതിന് എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും. നമുക്കറിയാം ഇലക്ട്രോൺ അധികം വന്നാൽ നെഗറ്റീവ് ചാർജും, പ്രോട്ടോൺ അധികം വന്നാൽ പോസിറ്റീവ് ചാർജും വരും. ഇനി എന്താ, ഹൗ മച്ച് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ? ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാ? നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻⁹ കൂളോം വിത്ത് എ നെഗറ്റീവ് സൈൻ. മൈനസ് ആണ്. മൈനസ് എന്ന് വെച്ചാൽ ഇതൊരിക്കലും സീറോയേക്കാൾ കുറവ് എന്നല്ല, ഞാൻ പറഞ്ഞു പൊളാരിറ്റിയെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ആ മൈനസ് സൈൻ ഇടുന്നത്. സോ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് -1.6 × 10⁻⁻⁹. സിമിലർലി ചാർജ് ഓഫ് വൺ പ്രോട്ടോൺ എത്രയാ? +1.6 × 10⁻⁹ കൂളോം ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. അപ്പോൾ നോക്കിയേ, 10⁻⁻⁹ കൂളോം. കൂളോം എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ചാർജാണ്. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം എന്ന് പറയുന്നത്. മില്ലി കൂളോം, മൈക്രോ കൂളോം ഒക്കെ ഉണ്ട്. മില്ലി കൂളോം 10⁻⁻3, മൈക്രോ കൂളോം വരുമ്പോൾ 10⁻⁻6 കൂളോമാണ്. ഇവിടെ ഇപ്പോൾ 10⁻⁻⁹ കൂളോമാണ് ചാർജ് ഓഫ് വൺ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ 1 കൂളോമിനേക്കാളും എത്രയോ ചെറുതാണ് 10⁻⁻⁹ കൂളോം. അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺ ആവും 1 കൂളോം ഉണ്ടാക്കുക? എത്ര ഇലക്ട്രോൺ വേണ്ടി വരും 1 കൂളോമിന്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട്സ് 1 കൂളോം ഈസ് ഈക്വൽ ടു 6.25 × 10⁻18 ഇലക്ട്രോൺസ്. എന്ന് വെച്ചാൽ എന്താ? 6.25 × 10⁻18 ഇലക്ട്രോൺസ് വന്നാലേ എത്രയാവോ? 1 കൂളോം ചാർജ് ആവും. സോ 1 കൂളോം ചാർജ് വരണമെങ്കിൽ ഇത്രയും ഇലക്ട്രോൺ ചേരണം. ഒരിക്കലും വിചാരിക്കൽ ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ആണ് 1 കൂളോം എന്ന്. ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ഞാൻ പറഞ്ഞു, നമുക്കറിയാം. അതുപോലെ 1 കൂളോമിന് എത്ര ഇലക്ട്രോൺ വരണം? 6.25 × 10⁻18 ഇലക്ട്രോൺ വന്നാലേ ആരാവൂ? 1 കൂളോം ആവും. ഇനി നോക്കിയേ, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഇപ്പം ഇതാണ് എന്തോന്ന്? ഇലക്ട്രിക് ചാർജും അതിൻ്റെ ഇലക്ട്രിക് ചാർജിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. നൗ വി ആർ ഗോയിങ് ടു ഇൻടു ദി ഡീറ്റെയിൽസ് അബൌട്ട് സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ്. സ്റ്റാറ്റിക് ചാർജ് ഞാൻ നിങ്ങളുടെ പറഞ്ഞു സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജ്, മൂവ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ റിസൈഡ് ചെയ്യുന്ന ചാർജിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത്? സ്റ്റാറ്റിക് ചാർജിൽ ഡിസ്കസ് ചെയ്യുന്നത്. സി ലെറ്റ് us start the discussion with a question.
ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷൻ തുടങ്ങാം. ക്വസ്റ്റ്യൻ: എ ബോഡി ഹാസ് എ ചാർജ് ഓഫ് -10 കൂളോം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ബോഡി ഈസ് കറക്റ്റ്? എൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഹാസ് എ ചാർജ് ഓഫ് -10 കൂളോം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദറ്റ് ബോഡി ഈസ് കറക്റ്റ്? ഓപ്ഷൻ എ, ദ ബോഡി ഹാസ് 10 excess electrons. Option B, the body has 10 excess proton. Option C, the body has few number of electrons which corresponds to 10 coulomb. Option D, the body has few number of protons that corresponds to 10 coulomb. So, ഒരു ബോഡിയിൽ എന്തുണ്ട്? ബോഡിയുടെ ചാർജ് -10 കൂളോം ആണ് എങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? -10 കൂളോം ചാർജുള്ള ബോഡി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, എ ബോഡി ഹാസ് 10 എക്സസ് ഇലക്ട്രോൺ. ഞാൻ പറഞ്ഞു ഇലക്ട്രോണിൻ്റെ നമ്പർ എക്സസ് ആയാലേ അത് നെഗറ്റീവ് ചാർജ് വരുള്ളൂ. ഇനി 10 എക്സസ് ഇലക്ട്രോൺ വന്നാൽ എത്രയായിരിക്കും അതിൻ്റെ ചാർജ്? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാ? നമുക്കറിയാം 1.6 × 10⁻⁻⁹. അപ്പോൾ 10 ഇലക്ട്രോണിൻ്റെ ചാർജ് വരുമ്പോൾ എത്രയാവും? 10 × 1.6 × 10⁻⁻⁹. അതാണോ ഇവിടുത്തെ ചാർജ്? അല്ല, -10 ആണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ, ദ ബോഡി ഹാസ് 10 എക്സസ് പ്രോട്ടോൺ. ഒരിക്കലുമല്ല, കാരണം പോസിറ്റീവ് ആണ് പ്രോട്ടോണിൻ്റെ ചാർജ്. ഇവിടെ നമ്മുടെ ബോഡിയുടെ ചാർജ് എത്രയാ? -10 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി വരില്ല. ഇനി ഓപ്ഷൻ സി നോക്കിയേ. ഓപ്ഷൻ സി, എ ബോഡി ഹാസ് ഫ്യൂ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് കറസ്പോണ്ട്സ് ടു 10 കൂളോം. എന്ന് വെച്ചാൽ എത്രയോ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, ആ ഇലക്ട്രോൺ എല്ലാം കൂടെ ചേരുമ്പോൾ 10 കൂളോം ആവും. അതാവാം ആൻസർ അല്ലേ? ഇനി ഈ ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം. എ ബോഡി ഹാസ് ഫ്യൂ നമ്പർ ഓഫ് ഇലക്ട്രോൺ കറസ്പോണ്ട്സ് ടു ഫ്യൂ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതൊരിക്കലും വരില്ല. എഗൈൻ പ്രോട്ടോൺ വരുന്ന കേസ് 2 നമുക്ക് ആദ്യമേ പറയാം, ബിക്കോസ് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. എന്താ? ഫ്യൂ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇറ്റ് ഹാസ്. ഫ്യൂ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ദാറ്റ് കറസ്പോണ്ട്സ് ടു -10 കൂളോം. -10 കൂളോം ഉണ്ടാക്കാൻ എത്ര ഇലക്ട്രോൺ വേണോ അത്രയും ഇലക്ട്രോൺ ഉണ്ട്. ഇനി നമുക്ക് ആ ഇലക്ട്രോൺ എത്രയാണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ എത്രയാണ്? 1.6 × 10⁻⁻⁹ ആണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എത്ര ഇലക്ട്രോൺ ചേരുമ്പോൾ -10 കൂളോം ആവും. നമ്പർ ഓഫ് ഇലക്ട്രോൺ നമുക്കറിയില്ല. ലെറ്റ് ഇറ്റ് ബി n ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് n × e ഈസ് ഈക്വൽ ടു -10. അതിൽ നിന്ന് n കണ്ടുപിടിച്ചൂടെ? n ഈസ് ഈക്വൽ ടു 10 -10 ഡിവൈഡഡ് ബൈ -1.6 × 10⁻⁻⁹ ഈസ് ഈക്വൽ ടു, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എത്ര വരും? മൈനസ് പോയി. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 6.25 × 10⁻⁹ ഇലക്ട്രോൺസ്. അപ്പോൾ എത്ര ഇലക്ട്രോൺ വരും? 6.25 × 10⁻⁹ ഇലക്ട്രോൺ നമ്മുടെ ബോഡിയിലുണ്ട്. സോ അവർ ഓബ്ജക്റ്റ് ഹാസ് 6.25 × 10⁻⁹ ഇലക്ട്രോൺ. അതുകൊണ്ട് നമ്മൾ പറയും ആ ബോഡിക്ക് എന്തുണ്ട്? -10 കൂളോം ചാർജ്. അപ്പം നോക്കിയേ, -10 കൂളോം ചാർജ് കിട്ടണമെങ്കിൽ അത്രയും ഇലക്ട്രോൺ എക്സസ് ആയിട്ട് അതിലുണ്ടാവണം. എത്ര ഇലക്ട്രോൺ? 6.25 × 10⁻⁹ ഇലക്ട്രോൺ എക്സസ് ആയിട്ട് വന്നു. സോ ദാറ്റ് കോസസ് ദ ചാർജിങ് ഓഫ് ദി ബോഡി. അങ്ങനെയാണ് ആ ബോഡിക്ക് ചാർജ് വന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മളിവിടെ കണ്ട ചാർജ് -10 കൂളോം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് ഇൻറ്റു എത്രയാ? 6. അത്രയും എണ്ണം ഇലക്ട്രോൺ ആണ്. എത്ര? 6.25 × 10⁻⁹ ഇലക്ട്രോൺ. അപ്പോൾ ഇത്രയും ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ആ ബോഡിക്ക് ചാർജ് വന്നത്. സോ ഏതൊരു ബോഡിയും ചാർജ് ചെയ്യണമെങ്കിൽ അവിടെ എന്താ നടക്കുന്നത്? ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫറൻസ് ആണ് നടക്കുന്നത്. കാരണം ഇലക്ട്രോൺ മാത്രമേ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രോട്ടോൺ ന്യൂക്ലിയസിലാണ് ചുറ്റാകെയുള്ള ന്യൂക്ലിയസ് എന്താണ്? നല്ല സ്ട്രോങ് ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുകയാണ് ആറ്റത്തിന്. ന്യൂക്ലിയസിന് ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. സോ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫറൻസ് കൊണ്ടാണ് ഒബ്ജക്റ്റിന് എന്ത് വരുന്നത്? ചാർജ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം വഴിയിലൂടെ നമുക്ക് ഒരു ബോഡിയെ ചാർജ് ചെയ്യാം, ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാം? there are 3 ചാർജിങ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഓർ റബ്ബിംഗ്, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. 3 മെത്തേഡ്സ് ആണുള്ളത് ചാർജിങ്ങിന്: ഫ്രിക്ഷൻ, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ. ഇനി നമുക്കറിയാം എന്താ ചാർജിങ് ബൈ റബ്ബിംഗ്? 2 ബോഡീസിനെ റബ്ബ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ കോമ്പും ഹെയറും കൂടെ റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ നിന്നും ഇലക്ട്രോൺ മറ്റൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഇലക്ട്രോൺ ട്രാൻസ്ഫേഴ്സ് ഫ്രം ഹെയർ ടു ദി കോംബ്. ഹെയറിൽ നിന്ന് കോമ്പിലോട്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. സച്ച് ദാറ്റ് കോംബ് ബിക്കംസ് ഏതാവും? നെഗറ്റീവ് ചാർജ് ആവും. ആൻഡ് ഹെയർ ബിക്കംസ് പോസിറ്റീവ് ചാർജ്. ആർക്കാണോ ഇലക്ട്രോൺ കിട്ടിയത് ആ ആള് നെഗറ്റീവ് ചാർജ് ആവും. ആർക്കാണോ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് ആ ആളെന്താവും? പോസിറ്റീവ് ചാർജ് ആവും. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആളിന് എന്താ സംഭവിക്കുക? നമുക്കറിയാം. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആളിന് ആ ആറ്റത്തിൽ പ്രോട്ടോൺസിന്റെ എണ്ണം എന്താവും? എക്സസ് ആവും. സോ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ബിക്കം എക്സസ് ആൻഡ് ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ആ ബോഡി എന്താവും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. അതാണ് ചാർജിങ് ബൈ റബ്ബിംഗ്. ഇനി നമുക്കറിയാം ചാർജിങ് ബൈ റബ്ബിങ്ങിൽ എന്തുകൊണ്ടാണ് ഹെയർ ഇലക്ട്രോണിനെ നഷ്ടമാക്കുകയും കോമ്പിന് ഇലക്ട്രോൺ സ്വീകരിക്കുകയും ചെയ്യുന്നത്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയും ചെയ്യുന്നത്? എവിടെയാണോ ഇലക്ട്രോൺ ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ളത് അവിടെ നിന്നായിരിക്കും ഇലക്ട്രോൺ
മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെയറും കോമ്പും എടുക്കുമ്പോൾ ദ ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റംസ് ഓഫ് ഹെയർ ഈസ് ലൂസ്ലി ബൗണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഹെയറിലുള്ള ഇലക്ട്രോൺ ഹെയറിൽ നിന്നും കോമ്പിലോട്ട് പോകും. സോ ചാർജിങ് ബൈ റബ്ബിങ്, അങ്ങനെ ബോഡീസ് എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെയറിൽ നിന്നും കോമ്പിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഇലക്ട്രോൺ അങ്ങോട്ട് ട്രാൻസ്ഫറൻസ് നടക്കുന്നുണ്ട്, ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് നമുക്കറിയാം, ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷനിൽ ഒരു ചാർജ്ഡ് ബോഡിയെ അൺചാർജ്ഡ് ബോഡിയുമായിട്ട് ഒരു മെറ്റൽ കണ്ടക്ടർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ചാർജ്ഡ് ബോഡിയിൽ നിന്നും അൺചാർജ്ഡ് ബോഡിയിലോട്ട് എന്ത് ചെയ്യും, ചാർജ് ഫ്ലോ ചെയ്യും. സോ എ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി കണക്റ്റഡ് വിത്ത് എ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്. കണക്റ്റഡ് വിത്ത് അൺചാർജ്ഡ് ബോഡി ബി എന്ന് പറയുന്ന ഒരു അൺചാർജ്ഡ് ബോഡിയുമായിട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. അങ്ങനെ ബി എന്ന് പറയുന്ന അൺചാർജ്ഡ് ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എയിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ വയർ വഴി ബിയിലോട്ട് പോകും. സോ ബിയും എന്താവും, ചാർജ്ഡ് ആവും. അതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇനി നമ്മളിവിടെ നെഗറ്റീവ് ചാർജിൻ്റെ കാര്യം പറയും. പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക, എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വയർ വെച്ചിട്ട് അതിനെ ബിയുമായി കണക്ട് ചെയ്യുന്നു. ബി എന്ന് പറയുന്ന അൺചാർജ്ഡ് ബോഡിയാണ്. എന്ത് സംഭവിക്കും ഇവിടെ, ബിയിലെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും. ഇവിടെ പോസിറ്റീവ് ചാർജല്ലേ ഇരിക്കുന്നത് എയിൽ, ബിയിലെ ഇലക്ട്രോൺസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് ആർക്ക് നഷ്ടമാവും, ബിക്ക് നഷ്ടമാവും. അതുകൊണ്ട് ബി എന്താവും, ഇലക്ട്രോൺ നഷ്ടമാവുന്ന ബോഡി എന്ത് ചാർജ്ഡ് ആവും, പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. സോ ബി പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. എയും എന്ത് ചെയ്യും, എയിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, കുറച്ച് ഇലക്ട്രോൺസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ബി എന്ത് സംഭവിക്കും, ബിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ചാർജിങ് ബൈ കണ്ടക്ഷനിൽ അൺചാർജ്ഡ് ബോഡിക്ക് സെയിം ടൈപ്പ് ഓഫ് ചാർജാണ് കിട്ടുന്നത്. നെഗറ്റീവ് ചാർജ് കണക്ട് ചെയ്തപ്പോൾ നെഗറ്റീവ് വന്നു, പോസിറ്റീവ് കണക്ട് ചെയ്യുമ്പോഴും പോസിറ്റീവ് വരും. അതാണ് നമ്മുടെ ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇനി ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ഒരു അൺചാർജ്ഡ് ബോഡിയിൽ നമ്മളൊരു ചാർജ്ഡ് ബോഡിക്ക് എടുത്ത് കൊണ്ടുവരും. ബട്ട് ദേ വോണ്ട് കം ഇൻ ടു കോൺടാക്ട്. രണ്ടുപേരും കൂടെ തമ്മിൽ കോൺടാക്റ്റിൽ വെക്കില്ല, അടുത്തോട്ട് കൊണ്ടുവരികയുള്ളൂ. അപ്പം ആദ്യത്തെ ചാർജ്ഡ് ബോഡി ലെറ്റ് ഇറ്റ് ബി പോസിറ്റീവ് ചാർജുള്ള ബോഡിയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള ബോഡിയിൽ പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ നിൽക്കുവാണ്. മറ്റേ നമ്മൾ ഒരു ഇലക്ട്രോൺസ് ഉള്ള ബോഡി, ഒരു മെറ്റാലിക് സ്ഫിയർ, ലെറ്റ് ഇറ്റ് ബി എ മെറ്റാലിക് സ്ഫിയറിനെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഈ പോസിറ്റീവ് എന്ത് ചെയ്യും, അതിനകത്തുള്ള ഇലക്ട്രോൺസിനെ ഇങ്ങനെ അടുത്തോട്ട് പിടിക്കും. അപ്പോൾ ആ നമ്മൾ കോണ്ടാക്റ്റിൽ വന്ന ഫേസ് ഉണ്ടല്ലോ, അടുത്തടുത്ത് വരുന്ന ആ ഏരിയയിൽ അവിടെ എന്തുണ്ടാകും, ഇലക്ട്രോൺസ് എല്ലാം കൂടെ അക്യൂമുലേറ്റ് ചെയ്യപ്പെടും. സോ ആ ബോഡി എന്താവും, ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആവും. ഇവിടെ നമ്മൾ പോസിറ്റീവ് സ്ഫിയർ വെച്ചാൽ ഇവിടെ വരുന്ന സ്ഫിയറിന് എന്ത് ചാർജ് കിട്ടുമോടെ, നെഗറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. സോ 3 ചാർജിങ് മെത്തേഡ്സ്, ഫ്രിക്ഷൻ, കണ്ടക്ഷൻ ആൻഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇനി ഈ 3 മെത്തേഡിൽ നോക്കിയേ, ഇലക്ട്രോണിൻ്റെ ഒരു ട്രാൻസ്ഫറൻസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, മൂവ്മെൻറ്റ് കൊണ്ടാണ് ചാർജ് കിട്ടിയത്. അപ്പം നമ്മൾ ടോട്ടൽ ചാർജിനെ ബോഡി നമുക്ക് എപ്പോഴും എങ്ങനെ പറയാൻ പറ്റും, ഇലക്ട്രോൺസിൻ്റെ ചാർജിൻ്റെ മൾട്ടിപ്പിളുകളായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിൽ -10 കൂളോം എങ്ങനെയാണ് ബോഡിക്ക് വന്നേ, അതിനകത്ത് കുറച്ച് ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഒരു ബോഡിയിൽ നമ്മൾ 2 ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്താൽ അതിൻ്റെ ചാർജ് എത്രയാവും, 2 ഇൻറ്റു ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. ഒരു ബോഡിയിലോട്ട് 3 ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ 3 ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഒരു സബ്സ്റ്റൻസിലെ ചാർജ്, ഒരു ചാർജ്ഡ് ബോഡിയുടെ ചാർജ്, ക്വാണ്ടിറ്റി ഓഫ് ചാർജ് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാണ്ടൈസേഷൻ. Q ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ, നമ്പർ n ഇൻറ്റു ഇ. Q ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഇ, പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു ഇ എന്ന് നമ്മൾ പറയണം. എന്നാലേ അത് എക്സാക്റ്റ് ആവും. കാരണം എന്താ, ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അതിന് ഏത് ചാർജും വരും, പോസിറ്റീവ് വരും. ഇലക്ട്രോൺ നേടിയാലല്ലേ നെഗറ്റീവ് ചാർജ് വരുള്ളൂ. ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ബോഡിക്ക് എന്ത് വരും, പോസിറ്റീവ്. സോ ചാർജ് ഓൺ എ ബോഡി നമുക്ക് എങ്ങനെ പറയാം, Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു ഇ. അത് ചാർജിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്താണ്, ഏതൊരു ബോഡിയിലുള്ള ചാർജിന് നമുക്ക് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആയിട്ട് പറയാം. അതുപോലെ തന്നെ നമ്മുടെ -10 കൂളോം, അതാണ് നമ്മുടെ ചാർജ്ഡ് ബോഡി. ഞാൻ അതിനകത്തൊരു -5 കൂളോം കൂടെ കൊടുത്തു, കുറച്ച് ഇലക്ട്രോണിനെ കൂടെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ ചാർജ് എത്രയായി, യെസ് -15 കൂളോമായി. ഇനി അതിനകത്തൊരു +3 ചാർജ് കൊടുത്തെന്ന് വെച്ചു, ഇപ്പോൾ എത്രയായി ചാർജ്, -15 + 3 -12. എന്ന് വെച്ചാൽ നമ്മളൊരു ചാർജ്ഡ് ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ചാർജുകളുടെ സമ്മായിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്ന് പറയും, അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറയും. The total charge in an isolated system is a sum of the individual charges. അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ചാർജിൻ്റെ സമ്മായിരിക്കും. നമ്മൾ ചാർജ് ചെയ്യുന്നു, ബോഡീനെ ചാർജ് ചെയ്യുവാണ്. ചാർജിങ്ങിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ കണ്ടു. ഫ്രിക്ഷൻ ഉണ്ട്, കണ്ടക്ഷൻ ഉണ്ട്, ഇൻഡക്ഷൻ ഉണ്ട്. സപ്പോസ് നമ്മൾ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എടുക്കുവാണ്. ഫ്രിക്ഷൻ എടുക്കുമ്പോൾ 2 ബോഡീസിനെ റബ്ബ് ചെയ്യും. ആ 2 ബോഡീസിനെ ഒരു സിസ്റ്റം, ഒരു ഐസൊലേറ്റഡ് ഒറ്റയ്ക്കൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്താൽ
റബ്ബിങ്ങിന് മുമ്പേ ഉള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും റബ്ബിങ്ങിന് ശേഷമുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും റബ്ബിങ്ങിന് മുമ്പേ ഉള്ള ചാർജിൻ്റെ എണ്ണവും റബ്ബിങ്ങിന് ശേഷമുള്ള ചാർജിൻ്റെ എമൗണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. റബ്ബിങ് നടന്നപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്തേ ഉള്ളൂ. പുതിയ ചാർജ് ഉണ്ടാക്കപ്പെടുകയൊന്നും ചെയ്തില്ലല്ലോ. പുതിയതായിട്ടൊരു ചാർജ് പാർട്ടിക്കിൾ ഉണ്ടാക്കപ്പെടുന്നില്ല. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എന്താണ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടി നമ്മൾ എന്തെന്ന് വിളിക്കും? കൺസർവേഷൻ ഓഫ് ചാർജ്. ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. അതിന് നമ്മൾ പറയും കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയും. സോ ഈ ചാർജിന് ഇങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ ആ പ്രത്യേകതകളെല്ലാം കണ്ടു.